ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കുഞ്ഞ് ഡേ ഇൻ ലൈഫാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തേക്കണത്. അപ്പോൾ 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്നത്തേതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കാണാം കേട്ടോ. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇന്ന് മക്കളുടെ സ്കൂളിൽ പോകണം കേട്ടോ. ഇന്ന് അവർക്ക് സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടുന്നതാണ്, യൂണിഫോമൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വെള്ളയപ്പത്തിനാണ് കേട്ടോ ഇന്ന് അരച്ചത്. ഞാൻ അരച്ചതല്ല, നമ്മൾ പാക്കറ്റ് ഡബിൾ ഹോൾസിൻ്റെ പാക്കറ്റ് മേടിച്ചതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ പൊടി മിക്സ് ഉണ്ടല്ലോ, പാലപ്പം മിക്സ്, അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിയും പിന്നെ അതേപോലെ വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടി ചേർത്ത്, ഇത്രയും മതി കേട്ടോ. അതും കൂടി ചേർത്തിട്ട് 1 മിനിറ്റോളം മിക്സിയിലിട്ട് നല്ലോണം അടിച്ചിട്ട് 1 മണിക്കൂർ വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതേപോലെ നല്ല വെള്ളയപ്പം ചുട്ടെടുക്കാം കേട്ടോ. ഞാൻ എങ്ങനെ നോക്കിയാലും വെള്ളയപ്പം ഉണ്ടാക്കുന്നത് എനിക്ക് ശരിയാവാറില്ല കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ആ തുളകളുണ്ടല്ലോ, ആ കുത്തു പോലെ അതൊന്നും വരാറില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാനങ്ങനെ ഇപ്പം മാവ് മേടിച്ചുണ്ടാക്കിയപ്പോഴേക്കും എനിക്ക് കറക്റ്റായിട്ട് കിട്ടി കേട്ടോ വെള്ളപ്പം. അപ്പോൾ വെള്ളത്തിൻ്റെ ഒപ്പം ഞാൻ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് ചാറൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമുക്ക് വെള്ളയപ്പം കഴിക്കുമ്പോൾ കുറച്ച് ചാറൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഉച്ചക്കത്തൊക്കെ ഉള്ളതും വേഗം ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് അവിടെ 9 തൊട്ട് 12:30 വരെയാണ് ഓഫീസ് ടൈം ഉള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ എല്ലാ പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ക്യാബേജാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ക്യാബേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, സവാള, അതേപോലെ തന്നെ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമുക്ക് കുറച്ച് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. അത് എരിവ് നോക്കിയിട്ട് അതനുസരിച്ച് ചേർത്താൽ മതി. നമ്മൾ പച്ചമുളക് ചേർക്കണ്ടല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് ഞാനൊരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇത്രയെല്ലാം ചേർത്തിട്ട് പിന്നെ ഒരു കൂട്ടമുണ്ട് തേങ്ങയും കൂടി കേട്ടോ. തേങ്ങയും പിന്നെ അതേപോലെ കറിവേപ്പിലയും. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നല്ലോണം നമ്മൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം കുഴച്ചിങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന്, ഞാൻ വീട്ടിലൊക്കെ പണ്ട് നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഇങ്ങനെ സവാളയൊക്കെ വാട്ടുക, അത് കഴിഞ്ഞ് സവാളയൊക്കെ വാടി വന്നു കഴിഞ്ഞിട്ട് ക്യാബേജ് ഇടാം. അതായത് ക്യാബേജ് ഇങ്ങനെ വേവിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക, എന്നിട്ട് അത് മൂടി വെച്ച് വേവിക്കുക, അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ റിയാസിൻ്റെ വീട്ടിൽ വന്നപ്പോഴേക്കും ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാ സവാളയും എല്ലാം ഇട്ട്, സവാളയൊന്നും വാട്ടണ്ട കേട്ടോ. ഇതേപോലെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായതിന് ശേഷം കടുകൊക്കെ പൊട്ടിച്ച് നമുക്ക് ഈ ക്യാബേജ് ശരി നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. കേട്ടോ ഇതേപോലെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ടൊരു 10 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് വേവിച്ചിടണമെങ്കിൽ നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയാവും കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പിലൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കറിവേപ്പിലൊന്നും ഇട്ടിട്ടില്ല, തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ നമുക്ക് അതൊക്കെ തേങ്ങയൊക്കെ ആവശ്യം അനുസരിച്ച് ഇടാം കേട്ടോ. ക്യാബേജ് ഞാനിപ്പോൾ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുള്ളൂ. ഞാനൊരു അരമുറി തേങ്ങ പോലും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് എടുത്തിട്ടുള്ളൂ തേങ്ങ. പിന്നെ കുറച്ച് തേങ്ങ കൂടുതലിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അതേ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കടല ഉണ്ടല്ലോ, അത് ഞാൻ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് ചോറിന് ഇതേപോലെ കേട്ടോ കടല എനിക്ക് ഇഷ്ടം, ചോറ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ കറിയാണ് കേട്ടോ. ചെമ്മീനും അതേപോലെ തന്നെ മാങ്ങയൊക്കെ ഇട്ട് വെച്ച കറിയാണ്. അപ്പോൾ ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചെമ്മീൻ ഉണ്ടോയെന്നാണ് നോക്കിയത്. ചെമ്മീൻ ഉണ്ട് കേട്ടോ, വേഗം കണ്ടോ. അപ്പോൾ ചെമ്മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ, മാങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു. അത് വേറെ ആരും കഴിക്കില്ല കേട്ടോ, ഞാൻ മാത്രം കഴിക്കുള്ളൂ. അപ്പോൾ ഇന്നലത്തെ ബാക്കിയുള്ള ചമ്മന്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വേഗം ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ പോകാം. പിന്നെ ഞാൻ ഇനിയിപ്പോൾ കാണിക്കുന്നത്, ഇവരെ മുടി വെട്ടാൻ കൊണ്ടുപോകണ്ട കേട്ടോ. ഇവർക്ക് മുടി വെട്ടാനായിട്ട് മുടിയൊക്കെ ഭയങ്കരമായിട്ട് വലുതായി നിൽക്കണേ. നമുക്ക് എക്സാമിന് മുമ്പാണ് കേട്ടോ മുടിയൊക്കെ വെട്ടിയത്. അപ്പോൾ ഇത് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡിയായപ്പം മോനുണ്ടായിരുന്നു കേട്ടോ. അവന് സമ്മതിക്കാമല്ലോ കേട്ടോ ഇങ്ങനെ വീഡിയോസ്, എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കുന്നത്. കണ്ടോ ഇളയ ആൾക്ക് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല ഇങ്ങനെ. ഞാൻ എന്തെങ്കിലും എൻ്റെ ഒപ്പം വീഡിയോ എടുക്കാനായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ വരില്ല കേട്ടോ. പക്ഷെ മൂത്ത മോൻ കുഴപ്പമില്ല കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ ഒപ്പം വീഡിയോ എടുക്കാനാണെങ്കിലും
ഫോട്ടോസ് എടുക്കാനാണെന്നുണ്ടെങ്കിലും ആൾ നിൽക്കും കേട്ടോ. ഇവനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ വണ്ടിയിൽ നിന്ന് വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിലും ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ മുടി വെട്ടാൻ കൊണ്ടുപോകണത് കാരണം ഒട്ടും തന്നെ താല്പര്യമില്ല കേട്ടോ. മുടി വെട്ടാൻ ഇഷ്ടമല്ല ആൾക്ക്. ആൾക്കിങ്ങനെ മുടി ഇങ്ങനെ വളർത്തിയ ആ ഒരു അവൻ്റെ മുടി കണ്ടല്ലോ, അത്രയും വളർന്നിരിപ്പുണ്ട് ആളുടെ മുടി. അപ്പോൾ അത് വെട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് മുമ്പായിട്ട് വെട്ടിയതാണ്, അതിനുശേഷം പിന്നെ വെട്ടിയിട്ടില്ല. അപ്പോൾ അത് ഇവിടെയാണ് കേട്ടോ. ഞാൻ കുറച്ച് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി കൊടുങ്ങല്ലൂരല്ല കേട്ടോ പോയത്, ഞങ്ങൾ റിയാദാണ്, അങ്ങോട്ടാണ് ഞങ്ങൾ വന്നത് മുടി വെട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്റ്റൈലിൽ വെട്ടിത്തരുമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ട് വന്നത്. അപ്പോൾ അവനിക്ക് മൂത്താൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൻ്റെ മുടി 2 പേരുടെ മുടി പെട്ടെന്ന് വളരുന്ന മുടിയാണ് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് വളർന്നു കഴിഞ്ഞാലും ഞാൻ എക്സാമിനൊക്കെ മുമ്പ് കൊണ്ടുപോയി വെട്ടിച്ചതാണെന്നുണ്ടെങ്കിലും എക്സാം കഴിഞ്ഞ് ഇപ്പോൾ ഞാനിത് കുറച്ച് നാൾ മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവനിക്ക് ഞങ്ങൾ ശരിക്കും വേറൊരു കടയിലാണ് കേട്ടോ പോകാറുള്ളത് മുടി വെട്ടാനായിട്ട്. അത് റിയാസ് ചെറുപ്പത്തിലേ തൊട്ട് റിയാസിൻ്റെയൊക്കെ മുടി വെട്ടി കൊണ്ടിരുന്ന ഒരു കടയുണ്ട്. അപ്പം റിയാസിന് ഉമ്മയൊക്കെ എപ്പോഴും മുടി വെട്ടിക്കൊണ്ടിരുന്ന ഒരു ചേട്ടൻ്റെ കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് മുടി വെട്ടാൻ പോകാറുള്ളത്. അവിടെ ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഒരു ചെറിയൊരു കടയാണ്. അപ്പം റിയാസ് അവിടെ തന്നെയാണ് ഇവരെയും കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ നല്ല പറ്റിങ്ങനെ ഒരുപാട് നീളം കുറച്ചിങ്ങനെ വെട്ടിത്തരും. അപ്പോൾ വലിയ സ്റ്റൈലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, സാധാരണ പോലെയാണ് വെട്ടുക. പക്ഷെ ഇവർക്ക് ഇപ്പോൾ ഇളയ ആൾക്കാണ് കേട്ടോ, മൂത്ത ആൾക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇളയ ആൾക്ക് നല്ല സ്റ്റൈലായിട്ടൊക്കെ വെട്ടേണ്ടതാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആൾക്ക് കുറച്ചൊന്ന് മുഖത്ത് തെളിച്ചക്കുറവുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിരുന്നു കേട്ടോ. മുടി വെട്ടാൻ കുറച്ച് പേടിയാണ് ആൾക്ക്, ഇങ്ങനെ കത്രികയൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും ആൾക്കൊരു പേടിയാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടോ ഒരു പേടി കണ്ടോ എൻ്റെ മുഖത്ത്, ഇത്രയും ഉണ്ട് മുടി ഇങ്ങനെ കണ്ടോ ഇത്രയും വളർന്നിരിക്കുന്നതാണ് മുടി. അപ്പോൾ അതാണ് വെട്ടിക്കാനായിട്ട് കൊണ്ടുവന്നത്. പിന്നെ മുടി വളർന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു പ്രശ്നമുള്ളത് ചുമ വരും കേട്ടോ. മുടി ഒരുപാട് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചുമയൊക്കെ വരും. അപ്പം ഞാൻ അതിന് മുമ്പേ ഇതേപോലെ വെട്ടാറാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ എക്സാമൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തോട് വെച്ചാൽ വൈകുന്നേരം പോലും പുറത്ത് പോയി മുടി വെട്ടാൻ സമയം കിട്ടാത്ത കാരണം പിന്നെ വെക്കേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് നിൽക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ ആയപ്പോഴേക്കും വേഗം കൊണ്ട് മുടിയൊക്കെ വെട്ടി 2 പേര്. ഇത് മൂത്ത ആളാണ് കേട്ടോ, അവൻ കുഴപ്പമില്ല കേട്ടോ, അവൻ അങ്ങനെ ഇരുന്നോളും. ഇളയ ആൾക്കാണ് ഇരിക്കാനും ഒരു മടിയാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ കൂടെ നിൽക്കണം കേട്ടോ, അവൻ്റെ കൂടെ നിന്നിട്ടാണ് മുടി വെട്ടിക്കാറുള്ളത്. കുറച്ച് പേടിയാണ് ആൾക്ക്, ഇങ്ങനെ മെഷീനൊക്കെ വെച്ച് വെട്ടുന്ന സമയത്ത് കുറച്ച് പേടിയുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ 2 പേരെയും മുടി വെട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരമാണ് ഞങ്ങളിപ്പോൾ പോയത്. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ സ്കൂളിലോട്ട് പോകേണ്ടത്. സ്കൂളിൽ അപ്പോൾ പിറ്റേ ദിവസത്തെ 2 ദിവസം ഞാൻ പറഞ്ഞല്ലോ, 2 ദിവസത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിലോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കണത്. അപ്പോൾ ഇപ്പോൾ ഒരുവിധം മുടിയൊക്കെ നന്നായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫ്രണ്ടിൽ കുറച്ച് മുടി ഉള്ളതുപോലെ ഉണ്ട്. അതിപ്പോൾ വെട്ടിയിട്ട് ഇപ്പോൾ 1-2 ആഴ്ച ആയിട്ടുള്ളൂ. ഇപ്പോൾ നോക്കുമ്പോഴും കുറച്ചൊക്കെ മുടി വലുതായിട്ടുണ്ട് കേട്ടോ അവരുടെ. അപ്പോൾ അതേ നല്ലോണം മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇരുന്ന് കൊടുത്തു കേട്ടോ. എനിക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ മുടി വെട്ടിയത് തന്നെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ട്. അതാണ് ആളങ്ങനെ ഇരുന്ന് കൊടുത്തു. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയായിരുന്നു മുടി വെട്ടാൻ. ഇപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട് മുഖത്ത്. അപ്പോൾ നല്ലോണം വെട്ടിയിട്ടുണ്ടോ, 2 പേരും വെട്ടി കേട്ടോ. ബാക്കിൽ നിന്നാണ് ഒരുപാട് വെട്ടി ചെയ്തിട്ടുള്ളത്, ഫ്രണ്ടിലാണ് പക്ഷേ ഇവർക്ക് കുറച്ച് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ 2 പേരും കൂടി നിർത്തി വീഡിയോസ് എടുക്കുന്നതാണ് കേട്ടോ, ഫോട്ടോ ഒക്കെ എടുത്ത്. ചെറിയ ആൾക്ക് ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, മുടി വെട്ടി കഴിഞ്ഞപ്പോഴേക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സന്തോഷമായിട്ടുണ്ട് ആൾക്ക്. ഇനി നമുക്ക് സ്കൂളിലെ വിശേഷങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ സ്കൂളിലോട്ട് പോയത്. അപ്പോൾ സ്കൂളിൽ ഇവർ ശൃംഗപുരം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ തന്നെയുള്ള സ്കൂളിലാണ് കേട്ടോ, സെൻറ്റ് തോമസ് CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം ഇന്നാണ് അവർക്ക് ടെക്സ്റ്റ് ബുക്ക്, അതേപോലെ പിന്നെ നമുക്ക് റിസൾട്ട് അറിയണത്, അതൊക്കെ ഇന്നായിരുന്നു കേട്ടോ. പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാനും എല്ലാം ഇന്ന് 2-3 ദിവസം ഉണ്ടായിരുന്നു. മോൻ 3ാം ക്ലാസ്സിലോട്ടാണ് ആവണത്. അപ്പോൾ അവനിക്ക് വെള്ളിയാഴ്ചയും 5ാം ക്ലാസ്സിൽ മോൻ്റെ ബുധനാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേർക്കും ഒരുമിച്ച് ഒറ്റ ദിവസമായിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാ ബുക്കും 2 പേരെയും പ്രോഗ്രസ് കാർഡും സൈൻ ചെയ്യാമല്ലോ, അതാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ അത് ഇതൊക്കെയുണ്ട് സ്കൂള്. നല്ല സ്കൂളാണ് കേട്ടോ. എൻ്റെ ഇളയ ആൾക്ക് സംസാരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഏത് സ്കൂളിൽ ചേർക്കുന്നുള്ള ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ, എവിടെ ചേർക്കണം എന്നുള്ളത്.
ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോഴേക്കും ഒരു സിസ്റ്റർ HMനോട് ഇങ്ങനെ സംസാരിച്ച് ഞങ്ങൾ പറഞ്ഞു കേട്ടോ, എനിക്കിങ്ങനെ സംസാരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗത്തിലാണ് സംസാരിക്കുക ആൾ, അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ല ആൾ സംസാരിക്കുമ്പോൾ. അപ്പോൾ അവന് സ്പീച്ചിനൊക്കെ കൊണ്ടുപോയിട്ടുള്ളതാണ്. എന്നാലും ഒരു പറഞ്ഞാൽ വലുതാകുമ്പോൾ കുറേശ്ശെ ശരിയായിക്കോളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ സ്കൂളിൽ ചേർത്തത്. അപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല, അതുതന്നെ മിസ്സുമാരാണെന്നുണ്ടെങ്കിൽ നല്ലോണം നോക്കുകയും ചെയ്യും കേട്ടോ അവർക്ക്. പിന്നെ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ബുക്ക് മേടിക്കേണ്ടതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. മിസ്സുമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു, അതേപോലെ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബുക്ക് ഇത്രയും ബുക്കാണ് ഇപ്പോൾ മേടിച്ചത്. നമുക്ക് കേഴ്സീവ് റൈറ്റിംഗ്, അതേപോലെ പകർത്തിയെഴുത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഡയറി, അതൊക്കെയാണ് കേട്ടോ ഇപ്പം മേടിച്ചത്. അവർക്ക് ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഞാൻ വേറെ കേട്ടോ മേടിക്കുന്നത്. വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുട്ടികളുടെ ഉണ്ടല്ലോ, അത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്കാണ് നല്ല പൈസ കേട്ടോ ബുക്കിന്, 2 പേർക്കും ബുക്കിന് നല്ല പൈസയുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പുതിയ ബുക്ക് തന്നെയാണ് 2 പേർക്കും മേടിച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ തവണ പെട്ടെന്ന് 6ാം ക്ലാസ്സിലോട്ട് ആയപ്പോഴേക്കും പൈസ ഇരട്ടി പൈസ കേട്ടോ, 5ലേക്കാളും ഇരട്ടിയായി 6ാം ക്ലാസ്സിലോട്ട് ആയപ്പോഴേക്കും. അപ്പം നമ്മൾ വിചാരിച്ചെങ്കിൽ റിയാസ് ഇങ്ങനെ ഇവിടുത്തെ സ്കൂളോട്ട് ഓടിക്കണത് കാരണം ആളുടെ വണ്ടിയിലുള്ള കുട്ടികളുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കി നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ, എന്നിട്ട് എന്തെങ്കിലും മോശം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബുക്ക് മാത്രം ഇവിടെ നിന്ന് മേടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് നിന്നത്. അപ്പം ഇനി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് വേണം ബുക്ക് മേടിക്കാനായിട്ട് അവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ സ്കൂളും പിന്നെ പാർക്കും. ഇതാണ് കേട്ടോ ഒരു കുഞ്ഞു പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുഞ്ഞു പിള്ളേരാണ് കേട്ടോ അവിടെ ഉണ്ടാവാറത്. പിന്നെ നമുക്ക് ക്ലാസ്സൊക്കെ വിട്ട് കഴിയുമ്പോൾ എല്ലാ കുട്ടികളും ഉണ്ടാവാറുണ്ട് ഈ പാർക്കിൽ. അപ്പോൾ ഇപ്പോൾ അവർ വന്നപ്പോഴേക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കുറേ ദിവസത്തെ സ്കൂളിലോട്ട് തന്നെയല്ലേ, പിന്നെ ക്ലാസ്സിലൊന്നും ഇരിക്കണ്ടല്ലോ, പാർക്കിൽ കളിക്കുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചത് കാരണം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നേരം അവിടെ നിന്നു. ഞാൻ വിളിച്ചിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വെയിലായിരുന്നു, ഒരു ഉച്ച സമയമല്ലേ, നല്ല വെയിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇത്രയും മരങ്ങളൊക്കെ ഉള്ള കാരണം. കണ്ടോ, കുറേ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരിക്കാനുള്ളൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഇതാണ്ട് സ്കൂളിൻ്റെ പരിസരമൊക്കെ ഇതാണ്. ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള കാരണം ഒരു ചെറിയ തണലും കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകണതാണ്. വീട്ടിലോട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബുക്കും കൂടി മേടിക്കണം. 2 കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മൂത്ത ആൾക്കും ഇളയ ആൾക്കും ബുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേറെ കുട്ടികളുടെ ഇന്ന് മേടിക്കാം. അപ്പോൾ അവർ ബുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും മോശമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മേടിക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നേരെ അവരുടെ വീട്ടിലോട്ട് പോയി അവരുടെ ബുക്കും കൂടി നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വേറൊരു ദിവസം ഉണ്ടാവും കേട്ടോ ബുക്ക് കൊടുക്കൽ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി മേടിക്കുകയും ചെയ്യാം. അവർ പറയുന്ന ദിവസങ്ങളിൽ, ഓഫീസുള്ള ദിവസങ്ങളിൽ നമുക്ക് എപ്പോൾ പോയാലും നമുക്ക് മേടിക്കാം കേട്ടോ ബുക്കൊക്കെ. അതേപോലെ ഞാൻ മക്കളുടെ പഴയ ബുക്ക് ഉണ്ടായിരുന്നത് ഞാൻ അവിടെ കൊടുക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെച്ചാൽ ബുക്ക് പഴയതുണ്ട് നല്ലതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ അവൻ്റെ ബുക്ക്, മൂത്ത ആളുടെ ബുക്ക് ഉണ്ടായിരുന്നു കൊടുത്തു. ഇളയ ആളുടെ ബുക്ക് അങ്ങനെ കൊടുത്തില്ല കേട്ടോ. അവൻ്റെ ബുക്ക് കുറച്ച് കീറിയൊക്കെ ഉള്ള കാരണം അത് കൊടുത്തില്ല. മൂത്ത ആളുടെ ബുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലതായിരുന്നു. അപ്പം ഞാൻ ആ ബുക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പോൾ ബുക്ക് മേടിക്കുകയും വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നല്ലോണം കവറൊക്കെ ചെയ്താൽ മതിയല്ലോ, അങ്ങനെയൊക്കെയുണ്ട് വിചാരിച്ച് ഞാൻ നിൽക്കണത്. നോക്കിയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ച് നിൽക്കണം. അതേപോലെ യൂണിഫോം മേടിക്കാനുണ്ടായിരുന്നു. അപ്പം 2ാം ക്ലാസ് വരെയും ട്രൗസറായിരുന്നു. 3ാം ക്ലാസ്സിലോട്ടാകുമ്പോഴേക്കും പാൻറ്റായി. അപ്പോൾ എന്തായാലും 3ാം ക്ലാസ്സിൽ അവൻ എന്തായാലും പാൻറ്റും മേടിക്കണം. അപ്പോൾ അതേ ഇവൻ്റെ ഇന്നാണ് കേട്ടോ. ഇത് റിയാസിൻ്റെ ഓട്ടോയിലുള്ള മഞ്ഞ കുട്ടിയാണ് കേട്ടോ, ഓട്ടം ഉള്ള കുട്ടിയാണ്. അപ്പോൾ അവന് തന്നു കേട്ടോ. അവൻ്റെ അടുത്ത് നേരത്തെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു റിയാസ്. അപ്പം കുഴപ്പമൊന്നുമില്ല, ബുക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് 6ാം ക്ലാസ്സിലെ ബുക്ക് ഞാൻ മേടിച്ചു. അതിന് ഇളയ ആൾക്ക് 3ാം ക്ലാസ്സിലെ ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി മേടിക്കാമെന്ന് വിചാരിച്ചു. അവൻ പിന്നെ നോട്ടൊക്കെ എഴുതാൻ വലിയ വൃത്തിയില്ല കേട്ടോ, വൃത്തിക്ക് അങ്ങനെ എഴുതില്ല. ഇപ്പോൾ 4 ലൈനിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ എന്തായാലും നോട്ടും എനിക്ക് വേണമായിരുന്നു. അപ്പം ഞാൻ ഇവൻ്റെ അനിയനാണ് കേട്ടോ 3ാം ക്ലാസ്സിലോട്ട് അയക്കുന്നത്. അപ്പോൾ അവൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെയാണ്. അപ്പോൾ അവൻ്റെ അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുക്ക് എടുത്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.